എല്ലാവർക്കും യു കെ എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിമ്പിൾ ആവറേജ് മെത്തേഡിനകത്ത് വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ആവറേജ് മെത്തേഡിനകത്ത് ഉള്ള ഒരു ക്വസ്റ്റ്യനാണത്. ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ് ഇൻ റെസ്പെക്ട് ഓഫ് മെറ്റീരിയൽ ഐറ്റവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. റെസീപ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് 2/8/2021 200 യൂണിറ്റ് റെസീപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2 രൂപ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ 10/8/2021 300 യൂണിറ്റ് റെസീപ്റ്റ് ചെയ്തു. 2.40 വെച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് എന്നുള്ളത്. പിന്നെ ഇഷ്യൂ ഉണ്ട് 250. പിന്നെ 18 വീണ്ടും റെസീപ്റ്റ് ഉണ്ട്, അതിൻ്റെ എമൗണ്ട് 2.60 ആണ്. അതുപോലെ തന്നെ 20 വീണ്ടും ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഒരു ലെഡ്ജർ ഷീറ്റാണ് വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഏത് മെത്തേഡ് പ്രകാരം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരമുള്ള ഒരു ലെഡ്ജർ ഷീറ്റാണ് വരക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റോസ് ലെഡ്ജർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നോക്കാം, താഴെ അതിൻ്റെ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് സ്റ്റോസ് ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മുതലേ ക്വസ്റ്റ്യനകത്തുള്ള ഫസ്റ്റ് വരുന്നത് എന്താണ്? 2/8/2021 200 യൂണിറ്റ് റെസീപ്റ്റ് ഉണ്ട്. ആ 200 യൂണിറ്റാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ആ 200 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം ഈ കോളം ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. അതായത് ഡേറ്റ്, പിന്നെ വരുന്ന റെസീപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് എന്നുള്ളത്, അതിനകത്ത് ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, ആ രീതിനകത്തുള്ള ആ കോളം ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇപ്പോൾ 2/8/2021 ക്വാണ്ടിറ്റി ഉള്ളത് 200 ആണ്. അതിൻ്റെ റേറ്റ് 2 രൂപ വെച്ചിട്ടാണ്. അപ്പം എമൗണ്ട് എത്രയാണ്? 400 ആണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഈ ബാലൻസിനകത്തും അതേ എമൗണ്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, ദെൻ 10/8/2021 300 യൂണിറ്റ് നമ്മൾ റെസീപ്റ്റ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ എമൗണ്ടാണ് ആ റെസിപ്റ്റിൻ്റെത്. 10/8-നകത്തുള്ള 300 യൂണിറ്റ് റെസിപ്റ്റ് 2.4 വെച്ചിട്ട് അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതാണ് ഈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടാണ് 720 എന്നുള്ളത്. ഇനി ഇവിടെ ഈ ബാലൻസ് എന്ന് എഴുതിയിട്ടുള്ള 500 കിട്ടിയിട്ടുള്ളത് 200 പ്ലസ് 300, അതാണ് ഈ 500 എന്നുള്ള ഈ ബാലൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ എമൗണ്ട് 400 പ്ലസ് 720, ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് 1120 എന്നുള്ള ആ ഒരു ബാലൻസ് എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ 15/8/2021 ഇഷ്യൂ നടത്തുന്നത് 250 യൂണിറ്റാണ് ഇഷ്യൂ നടത്തുന്നത്. ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2.20 ആണ് ഉള്ളത്. ഓക്കെ, നമ്മൾ കൃത്യമായി നോക്കുക എങ്ങനെയാണ് ഈ 2.20 എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടുത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആവറേജ് മെത്തേഡാണ്. അതായത് റേറ്റ് മുൻപേയുള്ള റേറ്റ് എത്രയാണ്? 2 രൂപയാണ്. ദെൻ നെക്സ്റ്റ് ഉള്ള 2.40 ആണ്. അതായത് 2 + 2.40 രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2, അതായത് അതിൻ്റെ ആവറേജ് ആണ് 2.20 എന്നുള്ളത്. ഈ ആവറേജ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2.20 എന്നുള്ളത്. ഇനി 250 × 2.20 ഇതാണ് ഇവിടെ 550 എന്നുള്ളതിൻ്റെ എമൗണ്ട് എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എമൗണ്ട്. ഓക്കെ, ആ എമൗണ്ട് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ റേറ്റ് കൊണ്ട് എന്ത് ചെയ്തു? അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതിൻ്റെ ബാലൻസ് വരുന്നത് പറഞ്ഞാൽ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 1120 നിന്ന് 550 കുറച്ചിട്ടുള്ള 570 ആണ് ഇവിടെ വരുന്ന ബാലൻസ് എമൗണ്ട് എന്നുള്ളത്. ഇനി ക്വാണ്ടിറ്റിയുടെ ബാലൻസ് വരുന്നത് 500 മൈനസ് 250, അതായത് 280 ആണ് ഇവിടെ ക്വാണ്ടിറ്റിയുടെ ബാലൻസ് എന്നുള്ളത് വരുന്നത്. ഓക്കെ, ദെൻ 18 റെസീപ്റ്റ് ആണ്. റെസീപ്റ്റ് നടത്തുന്നത് എത്രയാണ്? 250 യൂണിറ്റാണ്. ഒരു യൂണിറ്റിന് 2.60 വെച്ചിട്ടാണ്. അങ്ങനെ 650 രൂപയാണ് ഇവിടെ വരുന്ന റെസീപ്റ്റ് എന്നുള്ളത്. അതിന് നമ്മൾ അത് രണ്ടും കൂടി ആഡ് ചെയ്ത്, അതായത് 250 + 250 500, ദെൻ 570 + 650 1250. അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ബാലൻസ് കൊള്ളത്തിനകത്തുള്ള എമൗണ്ട് എന്നുള്ള കിട്ടിയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇനിയാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 20/8/2021 ഇഷ്യൂ നടത്തുന്നത് ക്വസ്റ്റ്യൻ പ്രകാരം 200 യൂണിറ്റാണ് ഇവിടെ ഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, 200 യൂണിറ്റാണ് ഇഷ്യൂ നടത്തുന്നത്. ആ 200 ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് 200 യൂണിറ്റ് എന്നുള്ളത്. ഇനി അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് നമ്മൾ ആ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ ഈ റേറ്റ് 2 എന്നുള്ള റേറ്റ് നമ്മൾ പരിഗണിക്കുന്നില്ല. ഓക്കെ, ഇത് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. 2.40 അതുപോലെ തന്നെ 2.60 മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? പരിഗണിക്കുന്നുള്ളൂ.
കാരണം ഓൾറെഡി എന്താണ് ഇവിടെ 250 യൂണിറ്റ് അതിന് മുന്നേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 250 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം 200 യൂണിറ്റ്, ദെൻ 2-ാം തീയതി 200 യൂണിറ്റ്, 10-ാം തീയതി 300 യൂണിറ്റ്, അങ്ങനെയാണ് ഈ ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പോൾ 250 യൂണിറ്റ് നമ്മളിവിടെ നേരത്തെ ഇഷ്യൂ നടത്തിയിട്ടുണ്ടാകുമ്പം നമ്മളിവിടെ പരിഗണിക്കുന്നത് ഓൾറെഡി ഈ റേറ്റിനകത്തുള്ളത് പോയി എന്നാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളെന്ത് ചെയ്യേണ്ടതില്ല, ഈ റേറ്റ് എന്നുള്ളത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തുമാത്രം പരിഗണിച്ചാൽ മതി, 2.40 2.60 മാത്രം പരിഗണിച്ചാൽ മതി. ഓക്കെ, ഓൾറെഡി ആ റേറ്റിനകത്തുള്ള 200 ക്വാണ്ടിറ്റി ഓൾറെഡി എന്ത് ചെയ്തു പോയി അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തു എന്നുള്ള ഒരു അസംഷനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റേറ്റ് എന്നുള്ളത് നമ്മൾ പരിഗണിക്കാണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, 2.40 + 2.60 ഡിവൈഡഡ് ബൈ 2, അതായത് 2.5 ആണ് അവിടുത്തെ ഇഷ്യൂവിൻ്റെ റേറ്റ് എന്ന് വരുന്നത്. അങ്ങനെയാണ് അത്ര കിട്ടിയിട്ടുള്ളത്, 500 രൂപ കിട്ടിയിട്ടുള്ളത് 20-നകത്തുള്ള എമൗണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 500 - 200, അതായത് അതാണ് 300 എന്നുള്ളത്. ദെൻ 1000 ഇവിടെ അതാണ് 1220 നിന്ന് 500 കുറച്ചിട്ടുള്ളതാണ് ഇവിടെ 720 എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ ആവറേജ് മെത്തേഡിനകത്ത് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്താണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ആവറേജ് ആണ് റേറ്റ് എടുക്കുന്നത്. ഓക്കെ, ആവറേജ് ആ റേറ്റ് എടുക്കുന്നത്. ഇനി ബാലൻസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ലിഫോ മെത്തേഡിനകത്തും ഫിഫോ മെത്തേഡിനകത്തും ഒക്കെ ചെയ്തപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ബാലൻസ് ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ആ എമൗണ്ട് ഇഷ്യൂ ആണെങ്കിൽ ആ ഇഷ്യൂ കുറച്ചിട്ടുള്ളത് എഴുതുന്നു, റെസിപ്റ്റ് ആണെങ്കിൽ അത് കൂട്ടിയിട്ടുള്ളത് എഴുതുന്നു. ഓക്കെ, വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിക്കാം. താങ്ക് യു.